സ്ത്രീയെ അംഗീകരിക്കുന്നു, അവൻ ആനന്ദമുണ്ടാവും. അല്ലാത്തവൻ ആനന്ദം എന്നത് മരീചിക മാത്രമാണ്. എത്രത്തോളം സ്ത്രീയായി ഒരുവൾ ജനിച്ചുവോ, താൻ ഏതൊന്നാണോ അതിനോടല്ല, താൻ ഏതൊന്നല്ല അതിനോട്, ഏതൊരു പുരുഷഭാവം തനിക്കില്ലയോ തനിക്കില്ലാത്തതിനോടുള്ള സങ്കല്പവും തനിക്കില്ലാത്തതിനു വേണ്ടിയുള്ള ജീവിതവും എത്ര ശക്തമോ അവളുടെ ജീവിതം ചൈതന്യധന്യവും ആനന്ദപൂർവകവുമായിരിക്കും. ഇതാണ് അതിൻ്റെ ഫോർമുല. ഈ ഫോർമുല ബയോളജിക്കലായി പഠിക്കണം, കെമിക്കലായി പഠിക്കണം, ഇതിൻ്റെ രാഷ്ട്രീയ പരിണാമങ്ങൾ അറിയണം. ഇവിടെ ഒരു സ്പർശനമോ ദർശനമോ ഒരു ചെറിയ ചലനമോ പോലും ആയിരം രാഷ്ട്രീയ മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാക്കും. ആനന്ദത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, പ്രചോദനത്തിൻ്റെ, വിജയത്തിൻ്റെ. ഏതു പുരുഷനും ഏതു സ്ത്രീക്കും തൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ശക്തമായ തനിക്കില്ലാത്ത മറുപക്ഷം ഉണ്ടെന്ന് ബോധ്യമാവും. അപ്പോഴുണ്ടാകുന്ന പൂർണ്ണതയാണ് അവൻ്റെ വിജയവും മുന്നേറ്റവും. ഇതൊക്കെ നേരത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ മര്യാദയ്ക്ക് ജീവിക്കും. നീ പെണ്ണാണ്, നീ തൊഴിലെടുത്തുകൊണ്ട് വന്നിട്ട് വേണം നിനക്ക് അഭിമാനത്തോടുകൂടി നിൽക്കാൻ. അവനൊന്നു പറഞ്ഞാൽ രണ്ടു പറയാൻ. അതുകൊണ്ട് നീ തൊഴിലുള്ളവളായിരിക്കണം. നീ പുരുഷനാണ്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. എൻ്റെ മോനാണ്, രണ്ടു കൊടുത്താണെങ്കിലും ശരി വരുതിയിൽ നിർത്തിക്കോണം. 7 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ അകത്തു പോവും. അതല്ല ജീവിതം മോനെ, അതല്ല ജീവിതം. നീ പുരുഷനാണ്, നിന്നിലൊരു സ്ത്രീത്വം വേണം. അതാണ് നിന്റെ ഭാര്യ. അതെത്ര നിനക്കില്ലാത്തത് നീ എത്ര ആരാധ്യമായി ദേവതയായി കാണുന്നുവോ നിന്റെ കുടുംബം ഐശ്വര്യപൂർണമായിരിക്കും. ഈ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്തിയപ്പോൾ അവർ സ്ത്രീയുടെ ഏറ്റവും മനോഹര മുഖമായി കണ്ടത് മാതൃത്വത്തെയാണ്. സ്ത്രീ ഭാര്യയിൽ നിന്ന് മാതാവിലേക്ക് പരിണമിക്കുന്ന ഒരു മാനബിന്ദു ഉദാത്തീകരിച്ചാണ് അവർ അവതരിപ്പിച്ചത്. വളരെ വളരെ ഉദാത്തീകരിച്ച്. ജായ, ജനിപ്പിക്കുന്നവൾ. ആരെ ജനിപ്പിക്കുന്നു? തന്നെ അവളിൽ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു പുത്രൻ മാത്രമുള്ളവൻ പിന്നീട് ഒരിക്കലും തൻ്റെ ഭാര്യയെ അമ്മയായല്ലാതെ കണ്ടിട്ടില്ലാത്തവൻ ഏറ്റവും ശ്രേഷ്ഠനെന്ന് അവർ നനയ്ക്കുന്നു. താൻ തന്നെ അവളിൽ പ്രവേശിച്ച് അവളുടെ കുഞ്ഞായി ജനിച്ചു വരുമ്പോൾ തനിക്ക് കൂടി അവൾ അമ്മയായി മാറുന്നു. അതുകൊണ്ട് പ്രാചീന സംസ്കൃതികളിൽ ഭാര്യയെ പേര് വിളിക്കുക, എടീന്ന് വിളിക്കുക പിള്ളേരുടെ മുമ്പിൽ വെച്ച് വിവരമുള്ളവർ ചെയ്തിരുന്നില്ല. മോനെ അമ്മയെ വിളിക്കുക. അപ്പോഴാണ് അവൻ അമ്മ എന്ന് വിളിക്കാൻ കൂടുതൽ. അവൻ്റെ അച്ഛൻ വിളിക്കുന്നതും അമ്മയെന്നാണ്. ഇതൊരു ഉദാത്ത സംസ്കൃതിയുടെ ലക്ഷണമാണ്. നിയമത്തിൻ്റെ അല്ല, ആഡംബരത്തിൻ്റെ അല്ല,
യുക്തിയുടേതല്ല, യുക്തിഹീനമായ രംഗത്തിൻ്റെ. മനുഷ്യന് രണ്ട് പാർശ്വമുണ്ട്, ഇടതും വലതും. ഇടതു പാർശ്വം യുക്തിയുടെയും വലതു പാർശ്വം സക്രിയമായ നൈസർഗികതയുടേതുമാണ്. രണ്ടും സമീചീനമായിരിക്കണം. ജീവിതം ധന്യമാകണമെങ്കിൽ സക്രിയമായ നൈസർഗികതയുടെ കേന്ദ്രബിന്ദുവിൽ മിത്തുകളാണ് കളിക്കുന്നത്. വസ്തുതകളെക്കാൾ അവയ്ക്ക് മൂല്യം കൂടും. സത്യമെന്നതിനേക്കാൾ മിത്തിക്കൽ ട്രൂത്ത്. അതിന് ഭാവതലം വർദ്ധിക്കും. ഇവിടെ അമ്മ ജായ. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതി സ്ത്രീയുടെ ഏത് മുഖം വെച്ചാണ് ഉദാത്തീകരിച്ചെടുത്തത്? കാമുകിയുടെ മുഖം വെച്ചല്ല. അതിലാണ് നിങ്ങളുടെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സിനിമാ നിർമ്മാതാക്കൾ, സിനിമാ സംവിധായകർ, നടന്മാരൊക്കെ വളരെ വിഷമിക്കുന്നത്. ഒന്നോ രണ്ടോ സിനിമയിൽ അരങ്ങ് തകർത്താടിയവർ സ്ത്രീകൾ ഔട്ടായി പോകുന്നത് ഇന്ത്യൻ പ്രത്യേകതയിലാണ്. കാരണം ഇന്ത്യൻ മനസ്സുകളുടെ ജനിതക ഭാഷയിലേക്ക് ഇനിയും കാമുക ബന്ധങ്ങൾക്ക് ഈടുവയ്പ്പുകളായി കഴിഞ്ഞിട്ടില്ല. ഇത്രയധികം സാഹിത്യം രചിച്ചിട്ടും അവയൊക്കെ ലൈബ്രറിയിൽ എണ്ണം കൂട്ടാൻ മേടിച്ചു വെച്ചതല്ലാതെ വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇന്ത്യൻ മൈൻഡിനില്ല. വളരെ കുറച്ചു പേർ മാത്രമാണ്, വളരെ കുറച്ചു പേർ ആ വഴിയിലുള്ള ക്രൈം, സെക്സ്, നോവലുകളൊക്കെ വായിച്ച് നേരം കളയുന്നത്. വളരെ കുറച്ചു പേർ. സാർവലൗകികമായി രംഗത്ത് വായനയില്ല. എത്ര തേച്ചു മാച്ചു കളഞ്ഞിട്ടും മാതൃത്വം എങ്ങനെയും പുനരാവിർഭവിക്കുകയാണ്. ന്യൂക്ലിയർ ഫാമിലികൾ ഉണ്ടായിട്ട് പോലും. ഇതാണ് പ്രാചീനത ഇന്നും കുറെ ഭാഗത്ത് നിലനിൽക്കുന്നുവെന്ന് പറയാവുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എടുത്താൽ അപൂർവം ചില വിദ്യാസമ്പന്നർ അച്ഛനമ്മമാരെ മറന്ന് ഭാര്യയ്ക്കോ ഭർത്താവിനോ പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പോയിട്ടുണ്ടാവും. ഇന്നും പൊതുവെ അമ്മയെന്നും അച്ഛനെന്നും പറയുന്ന വികാരങ്ങളൊക്കെ ഉള്ളവരാണ് മനുഷ്യർ. Am I right? മറ്റതുകൊണ്ട് ഇല്ലെന്നല്ല. അവരുടെ എണ്ണം കൂടി വരുന്നു എന്നതും എനിക്ക് സമ്മതമാണ്. രോഗങ്ങളും കൂടി വരുന്നു എന്നത് സമ്മതമാണ്. മാതൃവത് പരദാരേഷു പരദ്രവ്യേഷു ലോഷ്ടവത് ആത്മവത് സർവഭൂതേഷു. ഇങ്ങനെയാണ് ആ പ്രാചീന ചിന്ത. മാതൃവത് പരദാരേഷു, അന്യന്റെ ഭാര്യയെയൊക്കെ കണ്ടാൽ
അമ്മയെപ്പോലെ കാണുക. ആ കാഴ്ചയ്ക്ക് ഒരിക്കലും അപകടമില്ല. അതെത്ര സ്നേഹിച്ചാലും അപകടവുമാവില്ല. ആ ചിന്ത ഒന്ന് മാറിയാൽ താളം തെറ്റും. പരന്റെ ദ്രവ്യത്തെ, അന്യന്റെ കയ്യിലെ ധനത്തെ ലോഷ്ടവ, മൺകട്ട പോലെ കാണുക. വില നിശ്ചയിക്കുന്നത് മനസ്സാണ്. സാധനത്തിൻ്റെ വിലയല്ല വില നിശ്ചയിക്കുന്നത്, മനസ്സാണ് വില നിശ്ചയിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ കാലമായത്. നിങ്ങളുടെ മോഹമാണ് വില. നിങ്ങളുടെ വീട്ടിലേക്കൊരു വഴിക്ക് 1 സെന്റ് സ്ഥലം വേണ്ടി വന്നാൽ അതിൽ നിങ്ങൾ മോഹിച്ചു പോയാൽ വില കൂടും. ഇസ് നോട്ട്. മോഹമൊന്നുമില്ലെങ്കിൽ നടന്നോളാം, വിലയില്ല. മോഹിപ്പിച്ചാണ് വില മുഴുവൻ ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസം മോഹിപ്പിക്കാനുള്ളതാണ്. യാഥാർത്ഥ്യത്തെ അപഗ്രഥിച്ച് ബോധ്യപ്പെടുത്താനുള്ളതല്ല വിദ്യാഭ്യാസം. ശരിയായ വിദ്യാഭ്യാസം കച്ചവടക്കാരൻ്റെ കയ്യിലല്ലെങ്കിൽ അത് വസ്തുത അറിയിക്കാനുള്ളതാണ്. അങ്ങനൊരു വിദ്യാഭ്യാസം ഇന്ന് ഇന്ത്യയിലില്ല. വസ്തുതകളെ വസ്തുതകളായി അറിയിക്കുക, മോഹം ചേർക്കാത്ത വിദ്യാഭ്യാസം. അതിന് പഠിക്കാനായിരിക്കണം പോകുന്നത്. ഇന്ന് നിങ്ങൾ പോകുന്നത് പഠിക്കാനല്ല. പഠിത്തത്തിന് പ്രാധാന്യമില്ല. പഴയ കാലത്ത് ഈ കപ്പലണ്ടി കൊത്താൻ പോകും. മറ്റവന്റെ കയ്യിലിരിക്കുന്നത് നേടാൻ, എറിഞ്ഞു കൊള്ളിച്ച് നേടാൻ. കണ്ടിട്ടുണ്ടാവും. എന്നതുപോലെ കുറച്ച് രൂപ മുടക്കി വലിയ രൂപ വാങ്ങിക്കാനാണ് നിങ്ങളീ പോകുന്നത്. അവിടുന്ന് കിട്ടുന്ന ഈ രൂപ ഉണ്ടാക്കാനുള്ള പേപ്പറിന് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ. അതെങ്ങനെ കിട്ടിയാലും വേണ്ടില്ല, കൈ കിട്ടണം. അതെങ്ങനെ തരപ്പെടുത്തിയാലും വേണ്ടിയല്ല. ഇതിന് പറ്റിയ ചില യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പൊ പിന്നെ കൽപ്പിത സർവകലാശാലകൾ കൂടിയതുകൊണ്ട് ഇത് എളുപ്പവുമാണ്. പണ്ട് ഒരു യൂണിവേഴ്സിറ്റിയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു 100 കിലോമീറ്റർ അകലെ കൂടെ പോയാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി PhD വരെ തന്നിരുന്നു. അവിടുന്നൊക്കെ പണ്ട് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നവരുണ്ട്. അവർക്ക് പഠിപ്പിക്കാനൊന്നും പറ്റൂല. പേര് പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടുന്നൊക്കെ പോയിട്ട് അവിടെ ചെന്ന് ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ എടുത്തു വരും. ഇന്നതുകൊണ്ട് പഠിച്ച ഡിഗ്രിയൊക്കെ ആർക്കെങ്കിലും എടുത്ത് കാണിക്കണമെങ്കിൽ ഒരുമാതിരി അഭിമാനമുള്ളവൻ പഠിച്ചിട്ടില്ലെന്നേ പറയും. ഞാൻ ഒന്നും പഠിച്ചില്ല. കാരണം പഠിച്ചു എന്ന് പറയുന്നത് പഠിച്ചവരുടെ ഇടയിൽ നിന്ന് വലിയ നാണക്കേടാണ്. കാരണം പഠിച്ചത് കാശുണ്ടാക്കാനാണ്. ഒരു ഉദ്ദേശവുമില്ല. ഇന്ന് വരെ വിദ്യാഭ്യാസ സങ്കേതങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടിയോ
വിദ്യാഭ്യാസത്തിന് മൂല്യമുണ്ടാക്കുന്നതിന് വേണ്ടിയോ ഒരു വിദ്യാർത്ഥി സമരവും ഒരു അധ്യാപക സമരവും നടന്നിട്ടില്ല. എൻ്റെ അറിവിൽ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് നാളെ നിങ്ങൾ നടത്തുമോ എന്ന് എനിക്കറിയില്ല. ഒരു രക്ഷകർത്താവും മൂല്യമുള്ളൊരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എൻ്റെ കുഞ്ഞ് പഠിച്ച് മൂല്യബോധത്തോടെ വരണമെന്ന് ഒരിടത്തു നിന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവനെ അങ്ങ് ജയിപ്പിച്ചുകൂടെ സാറേ? സാറിന് എന്തിനാ സാറേ ഇത്ര വലിയ പിടിവാശി? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ധാരാളം ഞാൻ കേട്ടു. വിദ്യാഭ്യാസ രംഗവുമായി നല്ല ബന്ധം എനിക്കുള്ളതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, നല്ല ബന്ധമുണ്ട്. കേരളത്തിലെ ഒട്ടേറെ വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളുമായി നേരിട്ടല്ലാതെയും എനിക്ക് ബന്ധമുണ്ട്. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചൊറിയാറുണ്ട്. ചൊറിയുന്നത് എനിക്കിഷ്ടമായതുകൊണ്ടാണ്. നഖം വല്ലാതെ നീളുമ്പോൾ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പറഞ്ഞതാ. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥിക്ക്, അധ്യാപകന്, മാനേജ്മെന്റിന്, രക്ഷാകർത്താവിന്, ഭരണാധികാരികൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക് ശക്തമായ മൂല്യം വേണമെന്നൊരു ബോധം ഉള്ളതായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഇതൊന്നും പെട്ടിട്ടില്ല. ഈ ദൃഷ്ടികോണങ്ങളൊന്നും. ആ ഒരു മൂല്യമുണ്ടാകുമ്പോഴാണ് സ്ത്രീത്വത്തിന്റെ വിവിധ മുഖങ്ങൾ, സ്ത്രീയിലെ അമ്മ, സ്ത്രീയിലെ ഭാര്യ, സ്ത്രീയിലെ ബാല, സ്ത്രീയിലെ പുത്രി, ഇതൊക്കെ വ്യവച്ഛേദിച്ച് പഠിക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും ഉദാത്തീകരിച്ച് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് മാതൃത്വമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സമരാങ്കണമാണ്. സംസ്കൃതിയെ തെറ്റിദ്ധരിച്ചതും സമാജത്തിൽ ചർച്ചയ്ക്ക് വന്നതും ആധുനിക സാഹിത്യത്തിന് വിഷയമായതും ഈ ഉദാത്തീകരണത്തോട് സ്ത്രീയുടെ തന്നെ രണ്ടു ഭാവങ്ങൾ ചേരുമ്പോൾ വന്നുപോയൊരു സമരമാണ്. ഒരിക്കൽ ഒരു സ്ത്രീ മകന്റെ ഭാര്യയാണ്, പിന്നീട് അവൾ അമ്മയുമാണ്, തനിക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ അമ്മയുമാണ്. അമ്മയിലേക്ക് മാറുമ്പോൾ വരുന്ന മനസ്സും സ്വന്തമാക്കുന്ന സ്നേഹപ്രകടനങ്ങളും അവളുടെ പൂർവ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ടാണ്. സ്ത്രീക്ക് മനഃശാസ്ത്രപരമായി വന്ന വിസ്മൃതിയാണ് ഇന്ത്യൻ സംസ്കൃതിയുടെ തെറ്റിദ്ധാരണകളുടെ ആധാരശില. എല്ലാ സ്ത്രീയും ഈ തെറ്റിദ്ധാരണയ്ക്കുള്ളിലാണ്.
പുറത്തല്ല. അതും നിങ്ങൾ പഠിക്കേണ്ടതാണ് അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ. ഏതൊരു സ്ത്രീയും താൻ ഭാര്യയായിരുന്നപ്പോൾ ഉള്ള മനസ്സുമായല്ല തൻ്റെ മകനെ വിവാഹം കഴിച്ചയക്കുന്നത്. ക്ഷണനേരം കൊണ്ടത് മറക്കുകയും തന്നോട് മാത്രം അവൻ്റെ സ്നേഹം മുഴുവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അവൻ്റെ ജീവിതത്തെയും അവന് ഭാര്യയായി വന്നവളുടെ ജീവിതത്തെയും കൂടി വികലമാക്കും വിധം ആ ചിന്ത വികസിക്കുകയും ചെയ്യുന്നുവെന്നുള്ളിടത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. Am I right? Am I right? ആകെ 10 താഴെ പെണ്ണുങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്തു തോന്നുന്നു? അതെ, അതാണ് ഈ ചർച്ചകൾക്ക് മുഴുവൻ കാരണം. അല്ലാതെ സ്മൃതികളോ മറ്റു കാര്യങ്ങളോ അല്ല. ആരോഗ്യമുള്ളൊരു സാമൂഹിക ജീവിതത്തിനും ആരോഗ്യമുള്ളൊരു സംസ്കൃതിക്കും പ്രാചീനതയെ പഠിക്കുമ്പോഴും ആധുനികതയെ പഠിക്കുമ്പോഴും സ്ത്രീ സമൂഹങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വൈകല്യം വർത്തമാന കാലത്തിൽ എവിടെയാണ് കിടക്കുന്നതെന്നാണ്. സ്ത്രീക്ക് തന്നെ സംഭവിക്കുന്ന ഒരു അസാധാരണ വിസ്മൃതി, ഒരപൂർവ വിസ്മൃതി. ആ വിസ്മൃതിയുടെ തലങ്ങളിൽ വേദനയും യാതനയും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും എന്നെ കേൾക്കുന്ന വിവാഹം കഴിച്ച പുരുഷന്മാരിൽ ഏതാണ്ട് 50%. Am I right? വിവാഹം കഴിച്ച് ഭാര്യ വരുമ്പോഴേ മോളെ ഇന്നലെ വരെ ഞാൻ ചായ കൊടുത്തു, ഇതാ ചായ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതാണ് അവൻ്റെ രുചിക്കുള്ള രീതി, ഇന്ന് നീ കൊണ്ട കൊടുക്കുക. ഇത് അവൻ ഇന്നലെ കുടിച്ച ശീലമുണ്ട് അവിടെ, ഇത് നീ കൊണ്ട കൊടുക്കുക. പക്ഷെ നീ ഇത് കണ്ടുപിടിച്ചിട്ട് നാളെ മുതൽ നീ ഉണ്ടാക്കി കൊടുക്കും. നീ കൊണ്ട കൊടുക്കുമ്പോഴേ ചോദിക്കും, നീ ഉണ്ടാക്കിയതാണോ ഇത്? അല്ല, അമ്മ തന്നുവിട്ടതാണെന്ന് ഇപ്പൊ പറഞ്ഞായിരിക്കും. കള്ളവും പറയണ്ട. ഇവൻ പഴയ പോലെ അഭിനയിക്കാൻ അമ്മയെ അമ്മയെന്ന് വിളിച്ചു വരുമ്പോൾ ഇനി നീയായി, നിന്റെ കുടുംബമായി. നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളാണ് ഞാൻ. എന്നെക്കാൾ മുകളിൽ ഒരാളോട് നിനക്ക് സ്നേഹം ഉണ്ടാവില്ല. എനിക്ക് തന്നെ അറിയാം. പക്ഷേ മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന പെൺകുട്ടിയാണ്, പുതിയൊരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അവൾക്ക് അപരിചിതമായതെല്ലാം. അവൾക്ക് സ്വന്തമായി ഇവിടെയുള്ളതിൽ ഏറ്റവും സ്വന്തമായത് നീ മാത്രമാണ്. അതുകൊണ്ട് നീ ബാക്കിയുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ അല്പം നിയന്ത്രണം അനിവാര്യമാണ്. നിന്റെ അമ്മയാ പറയുന്നത്. വിസ്മൃതി വരാതെ ഇവൾ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ പലപ്പോഴും ഇന്ത്യൻ കൂട്ടുകുടുംബ വ്യവസ്ഥകൾ തകരുമായിരുന്നില്ല. വിസ്മൃതി വരാതെ ഇവൾ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ന്യൂക്ലിയർ ഫാമിലികൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. വിസ്മൃതി വരാതെ ഇവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നുവെങ്കിൽ ഇവളുടെ വാർദ്ധക്യകാലം ആ വന്നു കയറിയ പെണ്ണ് മകളേക്കാൾ ശ്രദ്ധിച്ചു നോക്കുമായിരുന്നു. അവിടെയാണ് ഇന്ത്യൻ ജീവിതക്രമത്തിന് താളം തെറ്റിയത്, സംസ്കൃതിക്കല്ല. സംസ്കൃതിയുടെ ഉത്തരദായിത്വത്തിലല്ല ഇത് സംഭവിച്ചത്, ആചരണത്തിലാണ്.
നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവും. കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. നന്നായി എന്ന പദമല്ല, കുറച്ചുകൂടെ കിടന്ന് സ്നേഹമായി പറഞ്ഞു കൊടുക്കുക. തൻ്റെ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു അഭിശപ്തതയായി വന്നു കയറിയവളെ കണ്ടതിൻ്റെ ഒരു ഫോറിൻ ബോഡി ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം തകർക്കാൻ വന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ചും ആഡംബരം കാണിച്ചും നാട്ടുകാർക്കെല്ലാം സദ്യ കൊടുത്തും നാട്ടുകാർക്കാങ്ക് കെട്ടി എഴുന്നള്ളിച്ചും കെട്ടുകാഴ്ച നടത്തിയും കൊണ്ടുപോയിട്ട് കുടുംബത്തിൻ്റെ ഏകാന്തതയിൽ അപ്പുറത്ത് കാണിച്ച മര്യാദയൊന്നുമില്ലാതെ പെരുമാറുന്ന വിസ്മൃതി വന്ന സ്ത്രീത്വത്തിൻ്റെ വൈകല്യം ഒന്നിൽ നിന്ന് മാത്രമാണ് ഇന്ന് ഇന്ത്യൻ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ തകർന്നത്. ആക്ടിവിസ്റ്റുകൾക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. തെറ്റാണെന്ന് തോന്നിയാൽ എന്നെ വീണ്ടും വിളിക്കാം. സംസാരിപ്പിക്കാനല്ല, തല്ലാൻ. പ്രാചീനത ഇതെല്ലാം കണക്കുകൂട്ടിയാണ് അതിൻ്റെ വൈഖരികളിൽ ഓരോന്നിലും ശ്രദ്ധിച്ച് പദതല്ലജങ്ങൾ കുറിച്ചത്. അതുകൊണ്ട് മുന്നോട്ടെങ്കിലും ആരോഗ്യമുള്ള സന്തതികൾ അമ്മയെ, അച്ഛനെ, ജനിതക ഭാഷയെ, കുടുംബത്തെ ഉള്ളിൽ സ്നേഹിക്കുകയും മറ്റൊരു സ്ത്രീക്ക് മുമ്പിൽ അതിനെ സ്നേഹിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്വപ്നവും ജാഗ്രതും പിരിഞ്ഞ വേവധുപൂണ്ട ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ബീജവും ബീജഭാഗവും ബീജഭാഗ അവയവവും ആതുരമായി തീർന്ന ഒരു സമൂഹ രചനയാണിന്ന് ഇന്ത്യ നടത്തുന്നത്. ഓട്ടിസവും ബിഹേവിയറലായി വരുന്ന രോഗങ്ങളിലൊട്ടു വളരെയും ഈ പാരമ്പര്യത്തിന്റെ കണ്ണിയിൽ വന്ന മുറിവാണ്. ജനിതകപര രോഗങ്ങളെല്ലാം ഈ വിഷബീജത്തിൽ നിന്നാണ്. തന്റെ മക്കളുടെ അനന്ത തലമുറ തന്റെ പാരമ്പര്യത്തെ പ്രതിനിധീകരിച്ച് അതിന്റെ സൗഭാഗ്യങ്ങൾ ലോകത്ത് വിതച്ച് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തി തന്റെ കലയും തന്റെ സാഹിത്യവും തന്റെ ശാസ്ത്രവും തന്റെ സാങ്കേതിക വിദ്യയുമായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരച്ഛനും ഏതൊരമ്മയും സമുചിതമായി ചിന്തിക്കേണ്ടതാണ്. തന്റെ മകനെ തുടർന്നങ്ങോട്ട് സേവിക്കേണ്ടി വരുന്ന വന്നു കയറിയവൾ തന്നെക്കാൾ ശ്രേഷ്ഠയാണ്. ആ മാനസിക സൗകുമാര്യതയിൽ നിന്ന് ഉത്തമമായ പാരമ്പര്യത്തിന്റെ ബീജം ചെന്നു വീണത് വളക്കൂറുള്ള വയലിലാണെന്ന് ഉറപ്പാക്കുന്നത്. വിത്തുകൾ പാറപ്പുറത്ത് വീണാൽ കരിഞ്ഞു പോകും. വിത്തുകൾ മുൾച്ചെടികൾക്കിടയിൽ വീണാൽ ഞെരിഞ്ഞമരും.
ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിതച്ചാൽ അത് വളർന്ന് പന്തലിച്ച് സദ്ഫലങ്ങൾ തരുന്നു. ഈ ഒരു തലത്തിൽ ഈ സംസ്കൃതി ഇതിനെ ഉദാത്തമായി കണ്ടിരുന്നു. സമയം അടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കേണ്ടിയിരിക്കും. അല്ല, സ്ത്രീയെ മോശമായി കണ്ടല്ല ഈ സംസ്കൃതി പോയത്. ഇന്നലെ പറഞ്ഞ രാമായണം പോലെ മറ്റൊന്നാണ് മഹാഭാരതം ഇതിഹാസം. 11 വീഴും 18 അക്ഷൗഹിണി ഒരു യുദ്ധക്കളത്തിൽ പങ്കെടുത്തതിൻ്റെ ആത്യന്തിക ഉത്തരവാദിത്വം പോലും ആ രാജ്യത്തിൽ ഒരു സ്ത്രീക്കേറ്റ മാനസികമായ ചെറിയൊരു മുറിവാണ്. മറ്റെന്തെല്ലാം കാരണങ്ങൾ അതിലുണ്ടെങ്കിലും അതുകൊണ്ട് ആകെ ചെയ്തത് വേദനിച്ച ഒരു സ്ത്രീയുടെ മുടി രക്തത്തിൽ കൈമുക്കി കെട്ടുക. മനുഷ്യജീവന് മുഴുവൻ വില കൽപ്പിക്കാതെ ഒരു ക്ഷത്രിയ സാമ്രാജ്യത്വം മുഴുവൻ യുദ്ധക്കളത്തിലേക്ക് വലിച്ചിഴച്ച് ഒരു മഹായുദ്ധത്തിൽ സ്വന്തം പിതാവിനെയും സഹോദരനെയും വരെ ഗുരുതി കൊടുത്ത് തനിക്ക് ജനിച്ച 5 പുത്രന്മാരെ യമപുരിയിലേക്ക് അയച്ചു. സ്ത്രീത്വം മുടികെട്ടുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ ഗ്രന്ഥങ്ങൾ വായിച്ചവർ സ്ത്രീയെ ഭാരതീയ ചിന്ത ബഹുമാനിക്കുന്നില്ലെന്ന് കണ്ടെത്തിയെങ്കിൽ ഏത് മഞ്ഞക്കണ്ണട വെച്ചാണ് നിങ്ങൾ വായിച്ചത്? രണ്ട് ദിവസം നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ പറഞ്ഞതൊന്നുമല്ല ശരിയായി സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ഭാരതീയ ചിന്ത. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യ യസ്യ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോ വിതനയ തസ്യൈ ജനനീ നമഃ. ശ്രീശങ്കരന്റെ മാതൃപഞ്ചകമാണ്. പ്രസവ സമയത്ത് ശൂലം കൊണ്ട് കൊളുത്തിപ്പിടിക്കുന്ന പോലൊരു വേദനയുണ്ട്. ഇപ്പം ഇല്ല കേട്ടോ, ഇത് പണ്ടുള്ളതാണ്. ഇപ്പം മമ്മി പ്രസവിക്കുന്നത് കൊണ്ട് ഇതില്ല. മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ചൈതന്യ നിഹന്ത്രുകം കുത്തിവെച്ച് ബോധം കെടുത്തി പ്രസവമെടുക്കുമ്പോൾ അതും 1000 കോശങ്ങളെ ലോകത്തിലെ ഏറ്റവും നിർമ്മലമായ പ്രതിപ്രസവ പ്രക്രിയയിൽ സൃഷ്ടിയുടെ അനിതര സാധാരണമായ കർമ്മത്തിൻ്റെ ആവിർഭാവം ഒരു കുഞ്ഞ് നടത്തുന്നത് മാതൃകോശങ്ങളുടെ സംഹാരത്തോടു കൂടിയാണ്. ഇതിനേക്കാൾ മാരകമായ പാപമില്ല. അവനും അവൻ്റെ തള്ളയും അനുഭവിക്കേണ്ടി വരുന്ന 1000 രോഗങ്ങളുടെ വിളഭൂമിയാണ് ജന്മകേന്ദ്രങ്ങൾ. ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പണിയെടുത്ത് നിന്ന് അവർക്കൊരു സമയം ആവശ്യം വരുമ്പോൾ ആദ്യം ഗുരുതി കൊടുക്കുന്നത് എന്നെ ആയാൽ എന്നെപ്പോലെ അവരോടൊപ്പം ഇപ്പം നിൽക്കുന്ന ആളുകൾ നാളെ അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമോ, സ്നേഹത്തിൻ്റെ നിഴലിൽ നിർത്തുമോ? ചോദ്യം മനസ്സിലായില്ല. ലക്ഷോപലക്ഷം കോശങ്ങളുള്ള ഒരു സ്ത്രീ ഒരിറ്റു വേദന അനുഭവിക്കുവാൻ തൃപ്തിയില്ലാതെ വന്നിട്ട്
അവളുടെ ലക്ഷക്കണക്കിന് കോശങ്ങളെ കീറി മുറിച്ച് കൊല വിളിച്ച് ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന മറ്റു കോശങ്ങൾ ആ കോശത്തിൻ്റെ മൃത്യുവിൽ പ്രതികരിക്കുമ്പോൾ ആയിരക്കണക്കിന് രോഗങ്ങൾ, ക്യാൻസറുകൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ആയത് രൂപാന്തരപ്പെടുമോ എന്ന് ജീവന്റെ പൂർണ്ണകല ഓരോ കോശത്തിലും സമ്പൂർണമായിരിക്കുകയും ജീവിക്കുവാൻ ഓരോ കോശവും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആഗ്രഹങ്ങൾക്ക് അതിരെതിരുകളില്ലാത്ത ലോകത്ത് ജീവിതത്തിനായി ആഗ്രഹിക്കുന്ന ഈ കോശങ്ങളെയെല്ലാം കൊന്നു മുറിച്ച് ഒരു പുതിയ ജന്മത്തിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ ഏതൊരുവൻ ഇവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഈ 1000 കോശങ്ങൾ കൊല്ലപ്പെട്ടുവോ അവനെ ശപിച്ചുകൊണ്ട് നിൽക്കുന്ന കോശങ്ങൾ, അവനിലും ഇന്നലെ വരെ ഏതമ്മയുടെ പൊക്കിൾക്കൊടിയിൽ നിന്ന് എന്തെല്ലാം ആഹാരങ്ങൾ വലിച്ചു കയറ്റി വളർന്നുവോ ആ അമ്മയെ തന്നെ മുറിച്ചു കീറി കടന്നു വന്നവനെന്ന നീചമായ പേരോടുകൂടി ജീവിക്കേണ്ടി വരുന്നവൻ. സർഗശേഷി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലെങ്കിൽ, കോശജീവിതത്തിന്റെ അന്തർധാമങ്ങളിലേക്ക് നിങ്ങളുടെ ബൗദ്ധിക വ്യാപാരങ്ങൾ കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ, നീതിയുടെയും ശാസ്ത്രത്തിന്റെയും മാനവ സ്നേഹത്തിന്റെയും ഭാഷയിൽ നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങളുടെ ജീവിത രീതികളും വികലമല്ലേ എന്ന്. പഴയമ്മ ഇങ്ങനെയല്ല. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ. എഴുതിയത് ശങ്കരനാ. അമ്മ അനുഭവിച്ചത് എഴുതണമെങ്കിൽ അവൻ കടന്നു വന്ന വഴികളിൽ തൻ്റെ അമ്മ അനുഭവിച്ചത് മുഴുവൻ ആ ബ്രെയിനിലേക്ക് കടന്നു കയറിയിട്ടുണ്ടാവണം. അതാണ് മകൻ. പ്രസവിക്കുമ്പോൾ അങ്ങനെയുള്ളവനെ പ്രസവിക്കണം. മൂഢനെ പ്രസവിച്ചു കൂട്ടിയിട്ട് അവന് ശങ്കരനെ ഇഷ്ടപ്പെടാതെ വന്നെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ. നൈരുച്യം. ദോഹത കാലത്തിൽ രുചിയില്ല. എന്ത് കഴിച്ചാലും ഒരു രുചിയില്ല. തനു ശോഷണം. കഴിക്കുന്ന കുഞ്ഞിൻ്റെയും കൂടെ വളർച്ചയ്ക്കാണ്. അതുകൊണ്ട് ശരീരം ശോഷിക്കും. കഴുത്തൊക്കെ ഒട്ടും. മലമയീ ശയ്യാജ സംവത്സരി. മലവും മൂത്രവും ഒക്കെയുള്ള മെത്ത കിടക്കണം. കാരണം കുട്ടിയുടെ മലവും മൂത്രവും ഒക്കെ മുണ്ടയിലും ഒക്കെ കാണും. പണ്ടാണെങ്കിൽ ആഫ്രിക്കയും ഏഷ്യയൊക്കെ ഉണ്ടാവും. ഇന്ന് കുഞ്ഞിന്റെ ആരോഗ്യം പ്രശ്നമല്ലാത്തതുകൊണ്ട് ഒരു നാപ്പിപ്പാടം കിട്ടും. (2001) ഒക്ടോബർ 24 കറുത്ത ദിനമാണ്. ഗുരുവായൂർ 11 മണി. ചോറ് കൊടുത്തൊരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ അമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരുമ്പോൾ കയ്യിലിരുന്ന് കുഞ്ഞ് മരിച്ചുപോയി. ഓടി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഈ നാപ്പിപ്പാട് കാരണം മരിച്ചതാണ്. ഡോക്ടർ പച്ചയ്ക്ക് പറഞ്ഞു. യൂറിനുള്ളിലേക്ക് കയറി, ബ്രെയിനിലടിച്ചു. കാരണം കുഞ്ഞ് പല പ്രാവശ്യം കെട്ടിയപ്പോൾ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെഫിക്കേറ്റർ സെന്റർ തീരുമാനിച്ചു, എൻ്റെ അമ്മ കൽപ്പിച്ചിരിക്കുന്നു ഇനി മുള്ളരുത്, തൂറരുതെന്ന്. കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ അധികഠിനമായി വരാൻ കുട്ടിക്കാലത്തുള്ള ഈ കെട്ട് നല്ലതാണ്. പ്രായമാകുമ്പോൾ നിങ്ങളെ മലമൂത്രങ്ങൾ വെച്ച് കെട്ടി മക്കളൊരു കട്ടിലിലിട്ടാൽ നിങ്ങൾ എത്ര ശപിക്കും ആ മക്കളെ? മുതിർന്ന നിങ്ങളൊരു കക്കൂസി പോയിട്ട് അവിടെയുള്ള ടാപ്പ് ഒന്ന് ഓൺ ചെയ്തപ്പോൾ വെള്ളമില്ലെങ്കിൽ മുണ്ട് താത്തിയിട്ട് പുറത്തിറങ്ങാവുന്ന നിങ്ങൾ എത്ര ലജ്ജിതരായ പുറത്തിറങ്ങുന്നത്? എങ്ങനെയാ നിങ്ങളതൊന്ന് പറയുക? വെള്ളമില്ല.
ഒരു കൃഷ്ണൻകുട്ടി നായരോ മറ്റൊരു സിനിമയിൽ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്? അദ്ദേഹമായോണ്ട് അത് ഭംഗിയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പേടിക്കണ്ട, ഞാനതൊക്കെ കാണും. നേരം എപ്പോഴാണ് അത് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളെപ്പോലല്ലേ, എനിക്ക് ഒരുപാട് നേരമുണ്ട്. കാരണം എൻ്റെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഒന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോ മുതിർന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ത്വക്കിൽ അല്പം മലമോ മൂത്രമോ പറ്റിയാൽ എത്ര ബുദ്ധിമുട്ട് ബ്രെയിനിൽ ഉണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞിന്റെ മൃദുലമായ ത്വക്കിലേക്ക് മലവും മൂത്രവും പറ്റിയിരിക്കുമ്പോൾ അതിന് ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാവും. ത്വക്കും ബ്രെയിനും ഒരേ വർണ്ണവസ്തു കൊണ്ടായിരിക്കെ ഇന്നലെ മുതിർന്ന അമ്മയാണ് മലമൂത്രങ്ങളിൽ കിടന്നത്, കുഞ്ഞല്ല. ഇന്ന് നിങ്ങൾ മമ്മിമാർ മലമൂത്രങ്ങളിൽ കിടക്കുന്നില്ല, കുഞ്ഞാ കിടക്കുന്നത് ദിവസങ്ങളോളം. ഇതൊക്കെ പോകട്ടെന്നാ ശങ്കരൻ പറഞ്ഞത്. ആസ്ഥാം ആസതാം ഇരിക്കട്ടെ. ഒറ്റക്കാര്യം, ഒരു കാര്യം മാത്രം എടുത്താൽ ഗർഭഭാര ഭരണ ക്ലേശം. ഗർഭിണിയായിരിക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പരിചരിക്കുക, വെള്ളം ചുമക്കുക, പാത്രം തേക്കുക. ആ ഒറ്റ കാര്യത്തിന് മാത്രം ഒരു ഉപകാരം ചെയ്യാം എന്ന് ചിന്തിച്ചാലും ഈ പുത്രൻ നിഷ്കൃതിയാണ്. എൻ്റെ ജന്മം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ആ പാദങ്ങളിൽ വെച്ചാലും മതിയാവില്ല, എനിക്കറിയാം. പരമഭാഗിനിയായ അമ്മ. അതുകൊണ്ട് നിഷ്കൃതിയായ ഈ പുത്രൻ അവിടുത്തെ ഒന്ന് നമസ്കരിക്കുന്നു. ലോകത്തിന് ശങ്കരൻ മാതൃത്വത്തെ കാണിച്ചു കൊടുക്കുന്ന അപൂർവലബ്ധമായ സമയം. ആ വചോമാധുരിക്ക് മുമ്പിൽ അസ്മാദൃശ്യരായ ആചാര്യന്മാരുടെ സ്ത്രീ സങ്കല്പങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിസ്സാരമാണ്. കേട്ടവാദി നിസ്സാരമാണ്, കേൾക്കാനിരിക്കുന്നവ അതിനേക്കാൾ മനോഹരമാണ്. നിങ്ങൾ ഭാരതീയ സംസ്കൃതിയെ എൻ്റെ വാങ്മയങ്ങളിൽ നിന്ന് പഠിച്ചു എന്ന് പറയരുത്. പഠിച്ചില്ല. അങ്ങിങ്ങ് പൊട്ടാതെ കിടന്ന ചില മാലപ്പടക്കങ്ങളുടെ അംശങ്ങളിലെ മരുന്ന് ആ ഓലപ്പടക്കം നിവർത്തി അതിൻ്റെ അകത്തുനിന്ന് എടുത്തു വച്ച് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിച്ച് കാണിക്കുന്ന അഭ്യാസമേ ഞാൻ കാണിച്ചുള്ളൂ. അതിൻ്റെ എത്രയോ മടങ്ങാണ് അതിലെ വെടിക്കെട്ടുകൾ. അവ കാണാൻ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും കണ്ണുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ അനവദ്യ സുന്ദരമായ അറിവിൽ നിന്ന് നിങ്ങളുടെ സമാജം ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അപാലാത്രയും വിശ്വവാരാത്രയും വാഗംപ്രടിയും ഘോഷാകാക്ഷീവതിയും പോലെയുള്ള അമ്മമാർ, ഗാർജി വജക്നുവിയെയും മദാലസയെയും പോലുള്ള അമ്മമാർ ഉള്ള നാടായി നാട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ വരാൻ നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ ഇടയാക്കിയ നല്ല മനസ്സുകളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.